أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സൂറത്തുൻ നാസ്, അത് തഫ്സീറുൽ ഖുർത്തുബി. നമുക്കൊന്ന് അതിൻ്റെ അർത്ഥം പരിശോധിക്കാം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. നബി അങ്ങ് പറയുക, അഊദു, ഞാൻ കാവൽ ചോദിക്കുന്നു, ബിറബ്ബിൻ നാസി, ജനങ്ങളുടെ റബ്ബിനോട്. മലിക്കിൻ നാസ്, ജനങ്ങളുടെ രാജാവിനോട്. ഇലാഹിൻ നാസ്, ജനങ്ങളുടെ ആരാധ്യനോട്. എന്തിൽ നിന്ന്? മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ്, മറഞ്ഞു കളയുന്ന ശൈത്വാനിൻ്റെ ഷെറിൽ നിന്ന്. മറഞ്ഞു കളയുന്ന ശൈത്വാനിൻ്റെ ഷെറിൽ നിന്നും. അതുപോലെ തന്നെ അല്ലദീ, എങ്ങനത്തെ ശൈത്താനാണ്? യുവസ്ഫിസു ഫി സുദൂരിന്നാസ്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസ്വാസുണ്ടാക്കുന്ന. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുവർഗത്തിൽ നിന്നും, വന്നാസ്, മനുഷ്യരിൽ നിന്നിട്ടും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസ്വാസുണ്ടാക്കുന്ന മറഞ്ഞു കളയുന്നതുമായ ശൈത്താനിൻ്റെ ഷെറിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നബിയെ അങ്ങ് പറയുക. നമുക്കതിൻ്റെ വിശദീകരണം നോക്കാം. സൂറത്തുൻ നാസി മിസ്ലുൽ ഫലഖി, സൂറത്തുൻ നാസ് സൂറത്തുൽ ഫലഖ് പോലെ തന്നെയാണ്. കാരണം ലിഅന്നഹ ഇഹ്ദൽ മുഅവ്വിദത്തൈനികളിൽ നിന്ന് ഒന്നാണല്ലോ. അതായത് സൂറത്തുൽ ഫലഖും നാസും കൂടി ചേരുമ്പോഴാണ് മുഅവ്വിദത്തൈനി ആകുക. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ കാവൽ ചോദിച്ച രണ്ട് സൂറത്തുകൾ. വറവത്ത് തുർമിദി റിവായത്ത് ചെയ്തു അൻ ഉഖ്ബത്ത് ബിൻ ആമിറിൽ ജുഹനിയെ തൊട്ട് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ തൊട്ട് ഉഖ്ബത്ത് ബിൻ ആമിറിൽ ജുഹനി പറയുന്നു, ലഖദ് അൻസലല്ലാഹു, നബി പറഞ്ഞു, ലഖദ് അൻസലല്ലാഹു അലയ്യ, അള്ളാഹ് എൻ്റെ മേൽ ഇറക്കി, ആയാത്തിൻ, ചില ആയത്തുകളെല്ലാം, യറമിസ്ലഹുന്ന, അതുപോലത്തതിനെ ഇറക്കപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ കുറച്ച് ആയത്ത് ഇറക്കി. ഏതാണത്? ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇലാ ആഖിരി സൂറ, സൂറത്തിൻ്റെ അവസാനം വരെ. അതുപോലെ തന്നെ വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അതും സൂറത്തിൻ്റെ അവസാനം വരെ, ഇലാ ആഖിരി സൂറ. ഖാല ഹാദാ, തുർമിദി പറയും, ഹാദാ ഹദീസുൻ ഹസനുൻ സഹീഹുൻ, ഇത് സഹിയായ ഹദീസാണ്. റവാഹു മുസ്ലിം തങ്ങൾ ഇത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. ഖൗലുഹു തആല ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബിനോട്, ഐ മാലിക്കിഹിം വ മുസ്ലിഹി ഉമൂരിഹിം, അവരുടെ അധികാരിയും അവരുടെ കാര്യങ്ങൾ നന്നാക്കുന്നവനുമായ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ്. വൈന്നമാ ദക്കറ അന്നഹു റബ്ബുന്നാസി, അള്ള പറഞ്ഞു അവനാണ് ജനങ്ങളുടെ റബ്ബെന്ന്. വൈങ്കാന റബ്ബൻ ലി ജമീൽ ഖൽഖി ലി അംറൈൻ, അവൻ മുഴുവൻ സൃഷ്ടികൾക്കും റബ്ബാണ് അല്ലേ. അള്ള പിന്നെ ജനങ്ങളുടെ റബ്ബാണെന്ന് മാത്രം പറഞ്ഞെന്താ? അത് ലി അംറൈനി, രണ്ട് കാര്യത്തിന് വേണ്ടി. അഹദുഹുമ, ഒന്ന്, അതിൽ ലന്നന്നാസ മുഅല്ലമൂന, ജനങ്ങൾ ആദരിക്കപ്പെട്ടവരാണല്ലോ, ആദരണീയ സൃഷ്ടികളാണ് ജനങ്ങൾ. വഫ അലമ ബിദിക്രിഹിം, അപ്പോൾ അള്ളാഹ് അവരെ പറഞ്ഞുകൊണ്ട് അള്ളാഹ് അറിയിക്കണം. അന്നഹു റബ്ബുൻ ലഹും വൈൻ ഉള്ളിമു, അവർക്കുള്ള റബ്ബ് അവനാണ്. വൈൻ ഉള്ളിമു, അവരെ ആദരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരി. അസാനി, രണ്ടാമത്തെ കാര്യം, ലന്നഹു അമറ ബിൽ ഇസ്തിആദത്തി മിൻ ശർരിഹിം, ലന്നഹു അമറ, അള്ളാഹ് കൽപ്പിച്ചു, ബിൽ ഇസ്തിആദത്തി മിൻ ശർരിഹിം, ജനങ്ങളുടെ ഷെറിൽ നിന്ന് കാവൽ ചോദിക്കാൻ അവൻ കൽപ്പിച്ചു. കാരണം ലന്നഹു വസാനി, രണ്ടാമത്തെ കാര്യം, ലന്നഹു അമറ ബിൽ ഇസ്തിആദത്തി മിൻ ശർരിഹിം അല്ലേ. ലന്നഹു അമറ, അള്ളാഹ് കൽപ്പിച്ചു, ബിൽ ഇസ്തിആദത്തി മിൻ ശർരിഹിം, അവരുടെ ഷെറിൽ നിന്ന് കാവൽ ചോദിക്കാൻ. ഫഅലമ ബിദിക്രിഹിം, അപ്പോൾ അള്ളാഹ് അവരെ പറഞ്ഞുകൊണ്ട് അള്ളാഹ് അറിയിച്ചു, അന്നഹു വല്ലദീ യുഈദു മിൻഹും,
അവരിൽ നിന്ന് കാക്കുന്നവൻ അവനാണ്. ഫഅലമ ബിദിക്രിഹിം, അവരെ പറയൽ കൊണ്ട് അള്ളാഹ് അറിയിച്ചു. അന്നഹു ഹുവല്ലദീ യുഈദു മിൻഹും, അവനാണ് ഹുവല്ലദീ ഒരാൾ, യുഈദു അവൻ കാക്കും, മിൻഹും അവരിൽ നിന്ന്, അവനാണ് അവരിൽ നിന്ന്, അവരുടെ ശരീരത്തിൽ നിന്ന് അവനെ കാക്കുന്നതും അവൻ തന്നെയാണ്. ഇന്നമാ കാല മലിക്കിന്നാസ് എന്ന് പറഞ്ഞത് ഇലാഹിന്നാസ് എന്നും പറഞ്ഞത്. മലിക്കിന്നാസ് ലന്ന ഫിന്നാസി, കാരണം മലിക്കിന്നാസ് പറയാൻ കാരണം ജനങ്ങളിലും മുലൂക്കൻ രാജാക്കന്മാരുണ്ട്. യദ്കുറന്നഹു മലിക്കുഹും, അവൻ പറയും അവനാണ് അവരുടെ മലിക്കെന്ന് പറയുന്ന രാജാക്കന്മാരില്ല. അപ്പോൾ അതുകൊണ്ട് അള്ളാഹ് പറയാണ് അവരൊന്നുമല്ല, യഥാർത്ഥ രാജാവ് ഞാനാണ്. വഫിന്നാസിമായി യഅ്ബുദുഹു ഗൈറഹു, ജനങ്ങളിലുണ്ട് യഅ്ബുദു ഗൈറഹു, അള്ളാഹ് അല്ലാത്തവരെ ആരാധിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഇലാഹിന്നാസ്, ജനങ്ങളുടെ ഇലാഹ് ആണെന്ന് അള്ളാഹ് അറിയിച്ചു തന്നത്. ഫദക്കറ അന്നഹു ഇലാഹു വ മഅബൂദ്, അപ്പോൾ അള്ളാഹ് പറയണം അന്നഹു ഇലാഹുഹും വ മഅബൂദും, അവനാണ് അവരുടെ ഇലാഹ്, ആരാധ്യൻ, അവരെ ആരാധിക്കപ്പെടേണ്ടവൻ അള്ളാഹു ആണെന്ന്. വഅന്നഹുല്ലദീ യജിബു, വഅന്നഹു അവനാണല്ലത് ഒരാൾ, യജിബു അൻ യുസ്തആദ ബിഹി, അവനോട് കാവൽ ചോദിക്കപ്പെടൽ നിർബന്ധമായവൻ അവനാണ്. വൽജാഅ ഇലൈഹി, അവനിലേക്കാണ് ഇൽതിജാ വേണ്ടത്, അവനാണ് കീഴടങ്ങേണ്ടത്. ദൂനൽ മുലൂക്കി വൽ ഉളമായി, രാജാക്കന്മാർക്കോ മറ്റുള്ളവർക്കോ അല്ലാതെ അള്ളാഹുവിനാണ് കീഴടങ്ങേണ്ടത് എന്ന് അള്ളാഹു പറഞ്ഞു. ഇനി അള്ളാഹുവിനോട് എന്താ ചോദിക്കുക? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഖന്നാസായ ശൈത്വാനിൻ്റെ ഷർറിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ യഗ്നി മിൻ ശർരി ശൈത്താൻ, കണ്ട ശൈത്വാനിൻ്റെ ഷർറിൽ നിന്നാണ്. അപ്പോൾ വസ്വാസിൻ്റെ അർത്ഥം ശൈത്വാൻ എന്ന് കൊടുത്തു. വൽ മഅന മിൻ ശർരി ദിൽ വസ്വാസ്, അല്ലെങ്കിൽ വസ്വാസ് ഉടയവൻ്റെ ഷർറിൽ നിന്ന്, ദിൽ വസ്വാസി എന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഫാദഫൽ മുലാഫിനെ കളഞ്ഞു, ദിൽ വസ്വാസി എന്നുള്ള ദീ കളഞ്ഞു. കാലുൽ ഫറ, അതിനെ ഫറാവ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണെന്ന്. വഹോബി ഫത്ഹിൽ വാവി, വാവിന് ഫത്ത് കൊണ്ട് വസ്വാസ് എന്ന് പറയുമ്പോൾ ബിമാനിൽ ഇസ്മിൻ്റെ മാനക്കാണ്. അയിൽ മുവസ്വിസി, വസ്വാസ് ഉണ്ടാക്കുന്നവൻ, വസ്വാസ് ഉണ്ടാക്കുന്ന ശൈത്വാൻ്റെ ഷർറിൽ നിന്ന്. ഒബിൽ കെസിരി, വിസ്വാസ് എന്ന് പറയുകയാണെങ്കിലോ മസ്തറാണ്. യഗ്നിൽ വസ്വസത്ത, ഖന്നാസിൻ്റെ വസ്വാസത്തിൻ്റെ ഷർറിൽ നിന്ന്. വക്കഥ സൽസാലും വസിൽസാൽ എന്ന് പറഞ്ഞാൽ, സൽസാൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. സൽസാൽ എന്ന് പറഞ്ഞാൽ, വസിൽസാൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ വസ്വാസെന്നും വിശ്വാസെന്നും പറഞ്ഞ അർത്ഥവ്യത്യാസം വരും. സൽസാൽ പ്രകമ്പനം കൊള്ളാമെന്നല്ലേ സൽസാൽ. വൽ വസ്വസത്തു ഹദീസുൻ നഫ്സ്, വസ്വാസ് എന്ന് ചേർന്നാണ് ഹദീസുൻ നഫ്സി, ശരീരത്തിൻ്റെ മനസ്സിൻ്റെ സംസാരത്തിനാണ് ഈ തോന്നലുകൾ, അതിനാണെന്താ പറയുക? വസ്വസത്ത് എന്ന് പറയുക. യുഖാലു പറയപ്പെടും, വസ്വാസത്ത് ഇലൈഹിം നഫ്സുഹു വസ്വസത്തൻ വ വിസ്വസത്തൻ ബികസ്രിൽ വാവി, അവനിലേക്ക് അവൻ്റെ ശരീരം വസ്വാസാക്കി, ശരീരം സംസാരിച്ചു. വയുഖാലിൽ ഹംസി സ്വായിദി വൽ കിലാബി വസ്വാദിൽ ഹലി, വസ്വാസ് എന്ന് പറയാറുണ്ട്. സ്വായിദിൻ്റെയും കിലാബിൻ്റെയും ഹലിയിൻ്റെയൊക്കെ ശബ്ദത്തിന് വസ്വാസ് എന്ന് പറയാറുണ്ട്. ഇനി ഞാനത് ഭാഷ വിശദീകരിക്കാം. കാല റുമ്മ പറഞ്ഞു, ഫബാത്ത യുസ്ഇസുഹു തഅദൻ വയുസ്ഹിറുഹു തദവ്വുബുർ റീഹി വൽ വസ്വാസു വൽ ഹിദു. വഖാല ആയിഷ പറഞ്ഞു, തസ്മഉൽ ഹലിയ വസ്വാസൻ ഇദൻ സറഫത് കമസ്തആന ബിരീഖിൻ ഇശ്രിഖൻ ദജിലു. ഇനി വഖീല പറയപ്പെടും, ഇന്നൽ വസ്വാസൽ ഖന്നാസ് ഇബ്നുൻ ഇബ്ലീസ്. വസ്വാസുൽ ഖന്നാസ് എന്ന് വെച്ചാൽ ഇബ്നുൽ ഇബ്ലീസിൻ്റെ ഒരു മകൻ്റെ പേരാണ് വസ്വാസുൽ ഖന്നാസ്. അപ്പോൾ വസ്വാസുൽ ഖന്നാസിൻ്റെ ഷർറിൽ നിന്ന് ഞാൻ അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇബ്ലീസിൻ്റെ മകൻ്റെ പേരാണ് വസ്വാസുൽ ഖന്നാസ്. ജാബിഹിലൽ ഹവ്വ, ഇബ്ലീസ് മകനെ ഹവ്വാൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, ഹവ്വാ ബീവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് വലൗ വൈന യദൈഹ, അവരുടെ മുന്നിൽ വെച്ചു. എന്നിട്ട് വഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, ഉക്കുഫുലീഹി, ഇവനെ നീ ഏറ്റെടുത്ത് പോറ്റി വളർത്തണം
എന്ന് പറഞ്ഞിട്ട് വസ്വാസുൽ ഖന്നാസിനെ അവിടെ ഏൽപ്പിച്ചു പോയി. ഫജാ ആദം അലൈഹിസ്സലാം, അപ്പോൾ ആദം നബി വന്നിട്ട് ഫഖാല മാ ഹാദാ യാ ഹവ്വ, നീ എന്താണ് ചെയ്യുന്നത്? കാലത്ത് മഹദി പറഞ്ഞു ജാ ആദൂന ബി ഹാദാ വഖാലലി ഉഖ്ഫുലീഹിൻ, നമ്മുടെ ശത്രു ഇബ്ലീസ് വന്നിട്ട് ഇവനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു നീ ഇവനെ പോറ്റി വളർത്തുക എന്ന് എന്നോട് പറഞ്ഞു. ഫഖാല, അപ്പോൾ ആദം നബി പറഞ്ഞു അലം അക്കുല്ലക്കി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ലാ തുത്തിഉഹു മീ ഫീ ഷൈഇൻ, ഒരു കാര്യത്തിലും നീ അവനെ അനുസരിക്കരുതെന്ന്. വലദി ഖറനാ ഹത്താ വഖഅനാ ഫിൽ മാസിയ, അവനാണ് നമ്മെ നഗ്നനാക്കിയവൻ. ഹത്താ വഖഅനാ ഫിൽ മാസിയ, അങ്ങനെ നമ്മ തെറ്റ് സംഭവിച്ചു പോയി, അവൻ കാരണമാണല്ലോ. വഅമദ ഇലൽ വലദി, അങ്ങനെ ആദം നബി ആ കുട്ടിയിലേക്ക് ഉദ്ദേശിച്ചിട്ട് ഫഖതഅഹു അർബഈൻ, 4 കഷ്ണാക്കി, മുറിച്ച് 4 കഷ്ണാക്കി. വല്ലക കുല്ലു റുബൈൻ അല ഷജറ, ഓരോ കഷ്ണത്തെയും അലാ ഷജറത്തി, മരത്തിൻ്റെ മേൽ ബന്ധിച്ചിട്ടു. ഒയിലൻ ലഹു, ദേഷ്യപ്പെട്ടുകൊണ്ട്, അവനോടുള്ള ദേഷ്യം കാരണം. അപ്പോൾ ജായ് ഇബ്ലീസ്, അപ്പോൾ ഇബ്ലീസ് കൊണ്ട് ഫഖാല, ചോദിച്ചു യാ ഹവ്വ, ഓ ഹവ്വ, അയിനബിനി, എൻ്റെ മകനെവിടെ? ഫഅഖ്ബർതു ബിമാ സനബി ആദം അലൈഹിസ്സലാം, അപ്പോൾ അവനോട് ഹവ്വാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹവ്വാ ബീവി പറഞ്ഞു ബിമാ സനബി ആദം അലൈഹിസ്സലാം അവനെ ചെയ്തത്, എന്താ ചെയ്തതെന്ന കാര്യം പറഞ്ഞു. ഫഖാല, അപ്പോൾ ഇബ്ലീസ് എന്ത് ചെയ്ത, യാ ഖന്നാസ് എന്ന് പറഞ്ഞു. യാ ഖന്നാസ്, ഓ ഖന്നാസേ, ഫഹയ്യ, അപ്പോൾ അവൻ ജീവിക്കുകയും വാജാബഹു, ഇബ്ലീസിന് മറുപടി നൽകുകയും ചെയ്തു. ഫജാബിലിൽ ഹവ്വ, അങ്ങനെ അവൻ ഹവ്വായിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവന്നു. വഖാല ഉഖ്ഫുലീഹി, നീ അവനെ പോറ്റി വളർത്താൻ പറഞ്ഞു. ഫജാ ആദം അലൈഹിസ്സലാം, അപ്പോൾ വീണ്ടും ആദം അലൈഹിസ്സലാം പറയും ഫഹറഖു ബിന്നാരി, ആദം നബി വന്നിട്ട് എന്ത് ചെയ്തു, തീ കൊണ്ട് അവനെ കരിച്ചു കളഞ്ഞു. വദറ റമാദഹു ഫിൽ ബഹരി, അവൻ്റെ ആ ചാരം കൊണ്ടുപോയി കടലിൽ വിതറി. ഫജാ ഇബ്ലീസ് അലൈഹില്ലാനത്ത്, ഇബ്ലീസ് ലാനത്ത് വീണ്ടും വന്നു. ഫഖാല യാ ഹവ്വ അയിനബിനി, എൻ്റെ മകൻ എവിടെയെന്ന് ചോദിച്ചു ഹവ്വായോട്. ഫഅഖ്ബർതു ബിമാ ഫഅല ആദം ഇയ്യാഹു, അപ്പോൾ മകനോട് ആദം നബി ചെയ്തത് അവർ പറഞ്ഞു കൊടുത്തു അവനോട്. ഫദഹബ ഇലൽ ബഹരി, അപ്പോൾ അവൻ കടലിൻ്റെ അടുത്ത് ചെന്നിട്ട് ഫഖാല യാ ഖന്നാസ് എന്ന് പറഞ്ഞു, ഓ ഖന്നാസേ, ഫഹയ്യ, അപ്പോൾ അവൻ ജീവിക്കുകയും ഫജാബഹു, ഉത്തരം നൽകുകയും ചെയ്തു. ഫജാബിൽ ഹവ്വാ സാലിസ, മൂന്നാമതും ഹവ്വായിലേക്ക് അവനെ കൊണ്ടുവന്നു. വഖാല ഉഖ്ഫുലീഹി, നീ അവനെ പോറ്റി വളർത്താൻ പറഞ്ഞു, ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു. ഫനളറ ഇലൈഹി ആദം, അപ്പോൾ ആദം നബി അവനിലേക്ക് നോക്കി. ഫദബഹഹു വശവ്വാഹു, അതുകൊണ്ട് അവനെ അറുത്തിട്ട് അവനെ എന്ത് ചെയ്തു, ചുട്ട് കരിച്ചു. വാക്കലാഹു ജമീ, ചുട്ടിട്ട് വാക്കലാഹു ജമീ, അവരെല്ലാവരും കൂടി അതിനെ തിന്നു. അവർ രണ്ടുപേരും അവനെ മുഴുവനും തിന്നു. ഫജാ ഇബ്ലീസ്, അപ്പോൾ ഇബ്ലീസ് വീണ്ടും പറയും ഫസാലഹ, അവളോട് ചോദിച്ചു. ഫഅഖ്ബറതു ഹവ്വ, അപ്പോൾ ഹവ്വ അവനോട് പറഞ്ഞു, കാര്യം പറഞ്ഞു. ഫഖാല യാ ഖന്നാസ്, അപ്പോൾ ഇബ്ലീസ് കൊണ്ട് എന്ത് പറഞ്ഞു, യാ ഖന്നാസ് എന്ന് വിളിച്ചു. ഫഹയ്യ ഫജാബഹു ഫജാബിഹി മിൻ യൗഫി ആദം ഹവ്വ ഫഹയ്യ, അപ്പോൾ ആ ഖന്നാസ് ജീവിക്കുകയും ഫജാബഹു, അവൻ ഉത്തരം നൽകുകയും ചെയ്തു. ഫജാബി മിൻ ജൗഫി ആദമ വഹവ, ഹവ്വായിൻ്റെയും ആദമിൻ്റെയും അകത്ത് നിന്ന് അവൻ വന്നു. ഫഖാല ഇബ്ലീസ്, അപ്പോൾ ഇബ്ലീസ് പറയാണ് ഹാദല്ലദീ അർതു, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. വഹാദ മസ്കനുക, ഇതാണ് നിൻ്റെ വീട്. ഫീ സദരി വലതി ആദം, മനുഷ്യർ സന്താനങ്ങളുടെ ഹൃദയങ്ങളിലുള്ള നിൻ്റെ വീട് ഇതാണ്, ഹൃദയങ്ങളിലാണ് നിൻ്റെ വീട്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ. ഫഹുവ മുൽത്തഖിമൻ, അപ്പോൾ അവൻ മുൽത്തഖിമുൻ ഖൽബ ബിനി ആദം, മുൽത്തഖിമൻ, അവൻ വിഴുങ്ങിയിരിക്കുകയാണ്. ഖൽബ ബിനി ആദം, മനുഷ്യരുടെ ഹൃദയത്തെ വിഴുങ്ങിയൊക്കെയാണ്. ആദാമ ഗാഫിലൻ യുവസ്വിസു, മനുഷ്യൻ അശ്രദ്ധനാകുമ്പോഴെല്ലാം അവൻ വസ്വാസാക്കും. ഫൈദാ ദക്കറല്ലാഹ ലഫള ഖൽബഹു വൻഖനസ, അവൻ അള്ളാഹിനെ ഓർത്താലോ ലഫള ഖൽബഹു, മനുഷ്യൻ്റെ ഹൃദയത്തെ അവൻ എന്ത് ചെയ്യും, ആ ഖൽബിനെ അവൻ തുപ്പിക്കളയുകയും വൻഖനസ, അവൻ മറഞ്ഞു പോവുകയും ചെയ്യും. ദക്കറ ഹാദൽ ഖബറ തുർമുദിയുൽ ഹക്കീമു ഫി നവാരിദിൽ ഉസൂലി ബിസ്നാദിൻ അൻ വഹബിൻ ബിൻ മുനബ്ബഹ്, ഈ ചരിത്രം തുർമുദി
റിവായത്ത് ചെയ്തിട്ടുണ്ട്. വമാലുന്നുഹു യസിഹു, വമാലുന്നുഹു ഞാൻ ഭാവിക്കുന്നു യസിഹു അത് സഹിയായിട്ട്. വല്ലാഹു തആല അലം, അള്ളാഹുക്കറിയാം, യാഥാർത്ഥ്യം അള്ളാഹുവിനറിയാം ഈ ചരിത്രത്തിൻ്റെ. വസഫ ബിൽ ഖന്നാസി, വൗസിഫ ബിൽ ഖന്നാസി ലിഅന്നഹു കസീറുൽ ഇഖ്തിഫായി. ഖന്നാസ് എന്ന് പറയാൻ കാരണം എന്താ അവനെ പറ്റി? ലിഅന്നഹു കസീറുൽ ഇഖ്തിഫായി, അവൻ്റെ ഇഖ്തിഫാ അധികരിച്ചതാണ്. അവനിങ്ങനെ മറിഞ്ഞു പോകൽ എന്താണ്? അധികരിച്ചതിന് വേണ്ടി. വമിൻഹു ഖൗലുഹു തആല ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് യഅനി അൻ നുജൂമ. വമിൻഹു ഖൗലുഹു തആല ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, അല്ലേ? വലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, ഖുന്നസ് കൊണ്ട് ഞാൻ സത്യം ചെയ്തു എന്ന് അല്ലാഹ് പറയണില്ലേ സൂറത്ത് തക്വീറിൽ. യഅനി നുജൂമ്, നക്ഷത്രങ്ങൾ, കാരണം അത് മറഞ്ഞു പോകുന്നതാണ്. കാരണം ലിഖ്തിഫായ ബഅദ ളുഹൂരിഹ, അത് പ്രത്യക്ഷമായതിനു ശേഷം പിന്നെ അത് മറഞ്ഞു പോകുമല്ലോ. വഖീല പറയപ്പെടില്ല അന്നഹു യഖ്നിസു ഇലാ ദക്കറൽ അബ്ദുല്ലാഹ. വഖീല പറയില്ല അന്നഹു യഖ്നിസു, അവൻ മറയും. ഇതാ ദക്കറ അബ്ദുൽ അല്ലാഹ, അടിമ അള്ളാഹിനെ ഓർത്താൽ. ഐ യതഅഖർ, അവൻ പിന്തിപ്പോകും. വഫിൽ ഖബരി, ഖബറിലുണ്ട്, ഹദീസിലുണ്ട്, ഇന്ന ശൈത്വാന ജാസിമൻ, ശൈത്വാൻ അല ഖൽബി ഇബ്നു ആദം, മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ മേൽ അവൻ എന്താണ്? അവൻ കമിഴ്ന്നു കിടക്കുകയാണ്. ഫൈദാ ഗഫല വസ്വസ, മനുഷ്യൻ അശ്രദ്ധനായാൽ അവൻ വസ്വാസാക്കും. വൈദാ ദക്കറല്ലാഹ ഖനസ, അള്ളാഹിനെ അവൻ ഓർത്താൽ, ദിക്ർ ചൊല്ലിയാൽ, തഅഖറ വ അഖ്സറ, അവൻ ചെറുതാവുകയും അവൻ പിന്തുകയും ചെയ്യും. വഖാല ഖതാദ പറയൽ ഖന്നാസ ശൈത്വാൻ, ഖതാദ എന്നവർ പറയുന്നു ഖന്നാസ് പറഞ്ഞാൽ ശൈത്വാനാണ്. ലൗ ഖുർത്തൂമൻ, അവനെന്തുണ്ട്? ഒരു മൂക്കുണ്ടല്ലോ, ഒരു മുഖമുണ്ട്, മോന്തയുണ്ട്. കഹുർത്തൂമിൽ കൽബി, മനുഷ്യരുടെ കൽബിൻ്റെ ഹുർത്തൂമിനെ പോലെ. ഫീ സദരിൽ ഇൻസാൻ, മനുഷ്യരുടെ ഹൃദയങ്ങളിലുള്ള കൽബിൻ്റെ, അതായത് നായയുടെ ഹുർത്തൂമ് പോലെയുള്ള, മൂക്ക് പോലെയുള്ള ശൈത്താനാണത്. ഫൈദാ ഗഫലൽ ഇൻസാനു വസ്വസ ലഹു, മനുഷ്യൻ അശ്രദ്ധനായാൽ അവൻ മനുഷ്യനെ വസ്വാസാക്കും. വൈദാ ദക്കറൽ അബ്ദു റബ്ബഹു ഖനസ, മനുഷ്യൻ അള്ളാഹിനെ ഓർത്താൽ അവൻ മറഞ്ഞു പോകും. യുഖാലു ഖനസ്തുഹു ഫഖനസ എന്ന് പറയാറുണ്ട്. ഐ അഖർതുഹു ഫതഅഖറ, ഖനസിന് അർത്ഥം പിന്തി, മറഞ്ഞുപോയി എന്നൊക്കെ അർത്ഥമാണ്. വഖനസ്തുഹു എന്ന് പറയാം ഐലൻ. വമിനു ഖൗലു അബിൽ അലാഇൽ ഹദറമി അൻഷദ റസൂലുള്ളാഹി വന്നദഹ്സു ബിശ്ശർരി ഫഅഫു തകറുമ വൈൻ ഖനസു ഇൻദൽ ഹദീസി ഫലാ തസ. ദഹ്സ് എന്ന് വെച്ചാൽ ഇഫ്സാദ്, ഫസാദാക്കാണ്. വൻ അനസിൻ, അതൊക്കെ ഇങ്ങനെ എന്താണ് ഭാഷാർത്ഥം പറയുന്നതാണ്. ഇനി വൻ അനസിൻ, അനസ് റളിയല്ലാഹു തൊട്ടുണ്ട്, അന്ന റസൂലുള്ളാഹി തങ്ങൾ കാല പറഞ്ഞു, ഇന്ന ശൈത്വാന വാദിവൻ ഖത്മഹു അലാ ഖൽബി ഇബ്നി ആദം. നബി തങ്ങൾ പറയാണ്, ശൈത്വാൻ വാദിവൻ ഖത്മഹു, അവൻ്റെ മൂക്കിനെ അവൻ വെച്ചിരിക്കുകയാണ് മനുഷ്യരുടെ ഹൃദയങ്ങളുടെ മേൽ. ഫൈദാ ദക്കറല്ലാഹ ഖനസ, അവൻ അള്ളാഹിനെ ഓർത്താൽ അവൻ മറഞ്ഞു പോകും. വൈദാ നസിയല്ലാഹ, അവൻ അള്ളാഹിനെ മറന്നാൽ ഇൽതഖമ ഖൽബഹു വസ്വസ, അവനെന്ത് ഇൽതിഖാമ് ചെയ്യും? അവൻ വിഴുങ്ങും, അവൻ്റെ ഖൽബിനെ വിഴുങ്ങുകയും എന്നിട്ട് വസ്വാസാക്കുകയും ചെയ്യും. വഖാല ഇബ്നു അബ്ബാസ് പറയുന്നത്, ഇദാ ദക്കറല്ലാഹ അബ്ദു ഖനസ മിൻ ഖൽബിഹി ഫദഹബ, അടിമ അള്ളാഹിനെ ഓർത്താൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അവൻ മറഞ്ഞു പോകും, അവൻ ഓടിപ്പോകും, അവൻ പോകും. ഇദാ ഗഫല ഇൽതഖമ ഖൽബഹു, ഇദാ ഗഫല, മനുഷ്യൻ അശ്രദ്ധനായാലോ, ഇൽതഖമ ഖൽബഹു, അവൻ ഹൃദയത്തെ വിഴുങ്ങുകയും, ഫഹദ്ദസഹു വമന്നാഹു, അവൻ വസ്വാസാക്കും. വഖാല ഇബ്നു ഇബ്രാഹിം തൈമി പറയും, അവ്വലുമാ യബുദുൽ വസ്വാസ് മിൻ ഖിബലിൽ വുളൂ, അവ്വലുമാ യബുദുൽ വസ്വാസ് മിൻ ഖിബലിൽ വുളൂ, വസ്വാസ് ആദ്യം വെളിവാകുന്ന ആദ്യത്തേത് വുളൂഇൻ്റെ ഭാഗത്ത് കൂടെയാണ്. വഖീല പറയപ്പെട്ടു സുമ്മിയ ഖന്നാസൻ, ഖന്നാസിന് വിലക്കപ്പെടാൻ കാരണം അന്നഹു യർജിഉ ഇദാ ഗഫൽ അബ്ദു അൻ ദിക്രില്ലാഹ്, അടിമ അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് അടിമ ഗാഫിലാകുമ്പോൾ അവൻ മടങ്ങി വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഖനസിൻ്റെ അർത്ഥം റുജു എന്നാണ്, നേരത്തെ പറഞ്ഞതിന് നേരെ എതിരർത്ഥം. വഖാല റാജിദ് പറഞ്ഞില്ല, വസാഹിബിൻ യംതഇസു ഇംതിആസ
യസ്ദാദു ഇൻ ഹായൈതുഹു ഖന്നാസ. അവിടെ ഖന്നാസിൻ്റെ അർത്ഥം മടങ്ങി വരാമെന്ന്. വഖദ് റവ ഇബ്നു ജുബൈർ അൻ ഇബ്നു അബ്ബാസ് ഫി ഖൗലി തആല. ഇബ്നു ജുബൈർ ഇബ്നു അബ്ബാസിനെ തൊട്ട് റിവായത്ത് ചെയ്ത് അൽ വസ്വാസുൽ ഖന്നാസ് വജ്ഹൈനി. വസ്വാസുൽ ഖന്നാസ് രണ്ട് വജ്ഹുണ്ട്. അഹദുഹുമ ഒന്നാമത്തെ അന്നഹു റാജു ബിൽ വസവസത്തി അനിൽ ഹുദാ, സന്മാർഗത്തെ തൊട്ട് വസ്വാസ് കൊണ്ട് മടങ്ങുന്നവൻ. അസാനി അന്നഹുൽ ഖാരിജ് ബിൽ വസവസത്തി മിനൽ യഖീൻ, ഉറപ്പിൽ നിന്ന് വസ്വാസ് കൊണ്ട് പുറപ്പെടുന്നവൻ. അങ്ങനെ രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇനി അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസ്വാസുണ്ടാക്കുന്നവൻ. വസ്വാസുണ്ടാക്കുന്ന ഖന്നാസായ ശൈത്വാൻ്റെ ഷർറിൽ നിന്ന്. അപ്പോൾ ഇവിടെ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് കാല മുഖാത്തിൽ പറഞ്ഞു ഇന്ന ശൈത്വാൻ ഫീ സൂറത്തി ഖിൻസീരിൻ, പന്നിയുടെ രൂപത്തിലാണ് ശൈത്താൻ. യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി, മനുഷ്യനിൽ അവൻ ഫിൽ ഉറൂഖി, നരമ്പുകളിൽ രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തൊക്കെ അവനും സഞ്ചരിക്കും. സല്ലത്തഹുല്ലാഹു അലാ ദാലിക, അവന് അള്ളാഹു അതിനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. ഫദാലിക ഖൗലുഹു തആല അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന, അതാണ് അള്ളാഹിൻ്റെ ഖൗൽ. എന്താ? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്നവൻ എന്ന് പറഞ്ഞില്ലേ. വഫി സഹീഹിലുണ്ട് അനി നബി തങ്ങളെ തൊട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ശൈത്താൻ യജ്രി മിൻ ഇബ്നി ആദമ, മനുഷ്യരിൽ അവൻ സഞ്ചരിക്കും. മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തൂടെ അവൻ സഞ്ചരിക്കും. വഹാദാ യുസഹിഹു മാ ഖാലു മുഖാത്തിൽ, ഈ പറഞ്ഞത് മുഖാത്തിൽ പറഞ്ഞതിന് സഹിയാക്കുന്നുണ്ട്. മുഖാത്തിൽ പറഞ്ഞ ശൈത്താന ഫീ സൂറത്തുൽ ഖിൻസീർ യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി എന്ന് പറഞ്ഞില്ല, ഫിൽ ഉറൂഖി എന്ന് പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞത്. വറവാ ഷഹ്റുബ്നു ഹൗശബ് പറഞ്ഞു അൻ അബീ സാലബത്തുൽ ഖുശനീനെ തൊട്ട് കാലത്തെ പറഞ്ഞു സാൽത്തുല്ലാ, ഞാൻ അള്ളാഹിനെ ചോദിച്ചു അൻ യുരിയനി ശൈത്വാന, അല്ലേ? അബീ സാലബത്തുൽ ഖുശനി പറയാണ് സാൽത്തുല്ലാ, ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്തു അൻ യുരിയനി, എനിക്കല്ല കാണിച്ചു തരാം, ശൈത്വാനെ കാണിച്ചു തരാം. വ മക്കാനഹു മിൻ ഇബ്നി ആദം, മനുഷ്യരിലുള്ള അവൻ്റെ സ്ഥലവും മനുഷ്യരിൽ അവൻ എവിടെയാണ് ഉള്ളതെന്നും. ഫറായിത്തുഹു, അപ്പോൾ ഞാൻ അവനെ കണ്ടു. യദാഹു ഫി യദൈഹി, അവൻ്റെ കൈ മനുഷ്യൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. വരിജിലാഹു ഫി റിജിലൈഹി, അവൻ്റെ രണ്ട് കാലും മനുഷ്യൻ്റെ കാലിൽ തന്നെ. വ മശായിബുഹു ഫി ജസദിഹി, അവൻ്റെ മശായിബുകൾ, അവൻ്റെ മാർഗം വഴി അല്ലെങ്കിൽ അവൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഫി ജസദിഹി, മനുഷ്യൻ്റെ ജസദിൽ തന്നെയാണ് ഉള്ളത്. ഗൈറ അന്ന ലഹു ഖാത്തുമൻ, പക്ഷേ എങ്കിലൊരു വ്യത്യാസം. ഗൈറ അന്ന ലഹു ഖാത്തുമൻ, അവനൊരു ഖാത്തുമുണ്ട്, ഒരു മൂക്കുണ്ട്, ഒരു മോന്തയുണ്ട്. ഖാത്തുമിൽ കൽബി, നായയുടെ മോന്ത പോലത്തെ ഒരു മൂക്ക് പോലത്തെ ഒരു മൂക്കുണ്ട്. ഫൈദാ ദക്കറല്ലാഹ് ഖനസ വനക്കസ, അവൻ അടിമ അള്ളാഹിനെ ഓർത്താൽ ഖനസ, അവൻ മറഞ്ഞു പോവുകയും വനക്കസ, അവൻ ആക്കിസാകുകയും ചെയ്തു. അവൻ എന്ത് ചെയ്യും? മറഞ്ഞു പോകും. ഫൈദാ സക്കത്ത അൻ ദിക്രില്ലാഹി അഖദ ബി ഖൽബിഹി, അവൻ മിണ്ടാതിരുന്നാൽ അള്ളാഹിൻ്റെ ദിക്റിനെ തൊട്ട് അവൻ അടങ്ങിയാൽ അഖദ ബി ഖൽബിഹി, ആ ശൈത്താൻ എന്ത് ചെയ്യും? അവൻ്റെ ഹൃദയത്തിൽ കടക്കും, ഹൃദയത്തെ പിടിക്കും. ഫാലാമ വസഫ അബൂസാലബ പറഞ്ഞ പ്രകാരം എന്താണ്? അന്നഹു മുത്താശഇബൻ ഫിൽ ജസദീന, അവൻ ശരീരത്തിൽ പരന്ന് കിടക്കുകയാണ്, അല്ലേ? പടർന്ന് കിടക്കുകയാണ്, അല്ലെങ്കിൽ ശാഖകളായി കിടക്കുകയാണ്. ഫിൽ ജസദ് ഐ ഫി കുല്ലി ഉളുവിൻ മിൻഹു, മനുഷ്യൻ്റെ ഓരോ അവയവത്തിലും ഉണ്ട്. ശൂബത്തൻ, ഓരോ ശാഖയുണ്ട് അപ്പോൾ അവൻ എല്ലാ അവയവത്തിലും ഉണ്ടെന്നാണ്. വറബിയൻ അബ്ദുറഹ്മാൻ ബിൻ അസ്വദ് ഔ ഗൈരിഹി മിന താബീൻ, അബ്ദുറഹ്മാനുബിന് അസ്വദും ഗൈറിനെ തൊട്ട് മിന താബീങ്ങളിൽ നിന്നുള്ള മറ്റുള്ളവരെ തൊട്ടും റിവായത്ത് ചെയ്യപ്പെടുന്ന അന്നഹു ഖാല, അവർ പറഞ്ഞെന്താണ്? വഖദ് കെബിറ സിന്നുഹു, താബീങ്ങൾ ചിലർ പറയണം കാല വഖദ് കബിറ സിന്നു, വയസ്സ് നല്ല വയസ്സായിട്ടുണ്ട്, പ്രായമായ ഒരു താബീപ്പെട്ട ഒരാൾ പറയുന്നു. എന്താ പറഞ്ഞത്? മാ മിൻ തുസിന, ഞാൻ വ്യഭിചാരത്തിൽ നിന്ന് നിർഭയനല്ല. വമാ യുഅ്മിനുനി അൻ യുദ്ഖല ശൈത്വാനു ദക്കറഹു ഫയൂതിദഹു, അല്ല വമാ യുഅ്മിനുനി അൻ യുദ്ഖല ശൈത്വാനു, ശൈത്താൻ അവൻ്റെ ദക്കറിനെ അവൻ്റെ ലിംഗം പ്രവേശിപ്പിക്കുക, അങ്ങനെ അത് ഉറപ്പിക്കൽ, അതിനും ഞാൻ എന്താകുന്നില്ല? നിർഭയനല്ല. ഫാദൽ ഖൗലു, ഈ ഖൗല് യുനബ്ബിയുക, നിന്നോട്
എന്താക്കുന്നുണ്ട്, നിനക്ക് അറിയിച്ചു തരും. അന്നഹു മുത്തശായിബൻ ഫിൽ ജസദി, അവൻ ശരീരത്തിൽ എന്താണ്, വ്യാപിച്ച് കിടക്കുകയാണ്. വഹാദാ മാന കൗലി മുഖാത്തിലിൻ, ഇത് ഈ പറഞ്ഞതാണ് മുഖാത്തിലിൻ്റെ കൗല്. നേരത്തെ പറഞ്ഞില്ലേ കാല മുഖാത്തിൽ എന്ന് പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞത്. വസ്വസതുഹു എന്ന് വെച്ചാൽ ഹുവ ദുആഉ, വസ്വസ് എന്ന് വെച്ചാൽ എന്താ, ഹുവ ദുആഉ ലി ത്വാഅതിഹി ബി കലാമിൻ ഖഫി, ഖഫിയായ കലാമ് കൊണ്ട്, മറഞ്ഞ കലാമ് കൊണ്ട് അവന് വഴിപ്പെടാൻ അവൻ വിളിക്കലാണ്. അവൻ്റെ വസ്വാസ്, ശൈത്താൻ്റെ വസ്വാസ്. യസിലു മഫൂമു ഇലൽ ഖൽബി, അതിൻ്റെ അർത്ഥം കൽബിലേക്ക് എത്തും. മിൻ ഗൈരി സമായി സൗത്ത്, ശബ്ദം കേൾക്കൂല, ഹൃദയത്തിലേക്ക് ആ കലാമിൻ്റെ മഫൂം എത്തും. അതിനാണ് വസ്വാസ് എന്ന് പറഞ്ഞത്. മിനൽ ജിന്നത്തി വന്ന, ജിന്നുകളിൽ നിന്നും, അതുപോലെ തന്നെ ജിന്നത്ത് ജിന്നുകളിൽ നിന്നും, വന്നാസ് ജനങ്ങളിൽ നിന്നുമുള്ള ഹന്നാസായ ശൈത്വാൻ്റെ ഷറിൽ നിന്നും, അല്ലേ. അപ്പോൾ അഖ്ബറ, അള്ളാഹ് അറിയിച്ചറിയണം, അന്നൽ മുവസ്വിസ്, ഈ വസ്വാസാക്കുന്നവൻ കദിയക്കൂനു മിനൻ നാസി, ജനങ്ങളിൽ നിന്നും ചിലപ്പോൾ ഉണ്ടാകും. ഖാലൽ ഹസൻ പറഞ്ഞു, ഹുമ ശൈത്വാൻ, രണ്ടും ശൈത്താന്മാരാണ്. അമ്മ ശൈത്വാനുൽ ജിൻ, അപ്പോൾ ജന്നുകളിൽ നിന്നുള്ള ശൈത്താൻ ഫൈവസ്വിസു മിൻ സുദുഫി ദുദൂരിനാസ്, ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ് വസ്വാസം ഉണ്ടാക്കുക. അമ്മ ശൈത്വാനുൽ ഇൻസി, മനുഷ്യരിൽ നിന്നുള്ള ശൈത്താന്മാർ ഫയത്തി അലാനത്ത്, അവൻ പരസ്യമായിട്ട് വരും. വക്കാല കത്താതെ പറഞ്ഞു, ഇന്നമിനൽ ജിന്നി ശയാത്തീന, ജിന്നുകളിലുണ്ട് ശൈത്താന്മാരുണ്ട്. വൈനമിനിൽ ഇൻസി ശയാത്തിന്, മനുഷ്യന്മാരും ശൈത്താന്മാരുണ്ട്. ഫതഅവദു ബില്ലാഹി മിൻ ശയാത്തിൻ ഇൻസി വൽ ജിൻ, അതുകൊണ്ട് നീ അള്ളാഹുവിനോട് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുള്ള ശൈത്താനിൽ നിന്ന് കാവൽ തേടുക. വറുവിയാൻ അബീദറിനത്തോട് റിവായത്തിൽപ്പെട്ടു, അന്നഹു ഖാലലി റജുലിൻ, അബൂദർ ചോദിച്ചു ഒരു റജുലിനോട്, ഹൽ തഅവദത ബില്ലാഹി മിൻ ശയാത്തിൻ ഇൻസി, നീ ഇൻസിൽ നിന്നുള്ള ശൈത്താന്മാരിൽ നിന്ന് നീ കാവൽ തേടാറുണ്ടോ? ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവ മിനൽ ഇൻസി ശയാത്തീന്, മനുഷ്യന്മാരിൽ ശൈത്താന്മാരുണ്ടോ? ഖാല നഅം, അതെ. അതിൽ ഖൗലി തആല, അല്ലാഹ് പറഞ്ഞിട്ടില്ലേ, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനിൽ ഇൻസി വൽ ജിൻ, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ, ഓരോ നബിമാർക്കും നാം അദുവൻ, ശത്രുവിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ശയാത്തീനിൽ ഇൻസി, മനുഷ്യരിൽ നിന്നുള്ള ശൈത്താന്മാരെയും, വൽ ജിന്നി, ജിന്നുകളിൽ നിന്നുള്ള ശൈത്താന്മാരെയും ഞാൻ ശത്രുവാക്കിയിട്ടുണ്ട്. അൻആം സൂറത്ത് 112 ആയത്ത്. വദഹബ ഖൗമൻ, ഒരു ജനത പോയിട്ടുണ്ട്. ഇലാനൻ നാസ ഹുന യുറാദ് ബിൽ ജിന്നും, ഇവിടെ നാസ എന്ന ഉദ്ദേശം എന്ത് തന്നെയാണ്, അത് ജിന്ന് തന്നെ ഉദ്ദേശിക്കപ്പെടുന്ന. സുമ്മു നാസൻ കമാ സുമ്മു റിജാലൻ, നാസിന് പേര് വെക്കപ്പെട്ടു, അവർക്ക് നാസെന്ന് പേര് വെക്കപ്പെട്ടത്. കമാ സുമ്മു റിജാലൻ, അവർക്ക് റിജാലൻ എന്ന് പേര് വെക്കപ്പെട്ടതുപോലെ തന്നെയാണ്. ഫി ഖൗലി വന്നഹു കാന റിജാലൻ മിനൽ ഇൻസി യഊദുന ബി റിജാലൻ മിനൽ ജിന്നി എന്ന് പറഞ്ഞില്ലേ. വ ഖൗമൻ വ നഫർ എന്നൊക്കെ പറഞ്ഞതുപോലെ. ഫലാദാ യകൂനു വന്നാസ് അത്ഫനൽ ജിന്ന, അപ്പോൾ ഇത് പ്രകാരം വന്നാസ് എന്നുള്ള അത്ഫനൽ ജിന്നത്തിൻ്റെ മേൽ അത്ഫാണ്, അല്ലേ. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിൽ നിന്നും, വന്നാസി ജനങ്ങളിൽ നിന്നും. വയക്കൂന് തക്രീറുൽ ഇഖ്തിലാഫിൽ ലഫ്ളിൻ, അപ്പോൾ ഇനി ആവർത്തിച്ച് പറഞ്ഞത് എന്തിനാ, അത് രണ്ട് ലഫ്ലിനും വ്യത്യാസമുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അർത്ഥം ഒന്ന് തന്നെയാണ്, ലഫ്ല് വ്യത്യാസമുള്ളൂ എന്നുള്ളത്. വദുക്കിറ പറയപ്പെട്ടു അൻ ബാദിൽ അറബി, ചില അറബികളെ തൊട്ട്, അന്നഹു ഖാല വഹുവ യുഹദ്ദിസു, അന്നഹു ഖാല വഹുവ യുഹദ്ദിസു, അദ്ദേഹം പറയണം, വഹുവ യുഹദ്ദിസു, അദ്ദേഹം ഹദീസ് പറയുന്നത്, ജാ ഖൗമുൻ മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്നൊരു ജനത വന്നു. ഫ വഖഫു, അങ്ങനെ അവർ നിന്നു. ഫഖീല മൻ അൻതും, ചോദിക്കപ്പെട്ടു നിങ്ങൾ ആരാണ്? ഫഖാലു, അവർ പറഞ്ഞു, നാസമിനൽ ജിന്നി, ജിന്നുകൾപ്പെട്ട ജനതയാണ്. വഹുദ് മാന കൗലിൽ ഫറ, ഇത് ഫറായിൻ്റെ കൗലിൻ്റെ മാന ഇതാണ്. വഖീല പറയാൽ വസ്വാസു വ ഷൈത്വാൻ, വസ്വാസിൻ്റെ അർത്ഥം ഷൈത്വാൻ എന്ന് തന്നെയാണ്, ഷൈത്വാനിൻ്റെ ഷറിൽ നിന്നാണ്, അല്ലേ. വഖൗലുഹു മിനൽ ജിന്നി എന്ന് പറഞ്ഞാൽ ബയാനൻ, അത് ബയാൻ, അന്നഹു മിനൽ ജിന്നി വന്നാസി, മിനൽ ജിന്നത്തി എന്നുള്ള വഖൗലു മിനൽ ജിന്നത്തി എന്നുള്ള ബയാനൻ, അന്നഹു മിനൽ ജിന്നി ഉണ്ട്, വന്നാസി ജനങ്ങൾ, നാസിലും ഉണ്ടെന്ന്. മാത്തൂഫൻ അൽ വസ്വാസി, അത് മാത്തൂഫൻ അൽ വസ്വാസിൻ്റെ അത്തുഫ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ വൽ മാന തഖുൽ അഊദു ബി റബ്ബിന്നാസ്, നബി അങ്ങ് പറയുക, അഊദു ബി റബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കും, മിൻ ശർറിൽ വസ്വാസി,
വസ്വാസിൻ്റെ ഷെറിൽ നിന്ന്, അതായത് ഷൈത്താൻ്റെ ഷെറിൽ നിന്ന്. അല്ലദീ ഹുവ മിനൽ ജിന്നത്തി, അതുപോലെ തന്നെ അല്ലദീ ജിന്നത്തിൽപ്പെട്ട എന്താണ് ജിന്നുകളിൽപ്പെട്ട ഷൈത്താൻ്റെ ഷെറിൽ നിന്നും. വമിൻ ഷർരിൻ നാസ്, ജനങ്ങളുടെ ഷെറിൽ നിന്നും, ജനങ്ങളുടെ ഷെറിൽ നിന്നും. ഫലാഹാദ, ഈ പറഞ്ഞത് പ്രകാരം ഉമിറ കൽപ്പിക്കപ്പെട്ടു ബൈൻ യസ്തഈദ മിൻ ഷർരിൽ ഇൻസി വൽ ജിന്നി, മനുഷ്യരുടെയും ജിന്നുകളുടെയും ഷെറിൽ നിന്ന് കാവൽ ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ടു. ഈ അർത്ഥപ്രകാരം. വൽ ജിന്നത്തു എന്ന് വെച്ചാൽ ജംഉൻ ജിന്നിയിൻ്റെ ജമ്മാണ്. കമായുക്കാൽ ഇൻസൻ വ ഇൻസി എന്ന് പറയുമല്ലോ, ജിന്നിയിൻ്റെ ജമ്മാണ് ജിന്നത്ത്. വൽ ഹാഇൽ താനീസുൽ ജമാഅത്തി, അത് ബഹുവചനത്തിൻ്റെ ജമാഅത്തിനെ താനീസാക്കാൻ വേണ്ടി കൊണ്ടുവന്നു ജിന്നത്തെന്ന്. വക്കീല പറയപ്പെടും ഇന്ന ഇബ്ലീസ യുവസ്വിസു ഫീ സുദൂരിൽ ജിന്നീൻ, ഇബ്ലീസ് എന്ത് ചെയ്യും ജിന്നുകളുടെ ഹൃദയത്തിലും വസ്വാസാക്കും. കമാ യുവസ്വിസു ഫീ സുദൂരിൻ നാസി, ജനങ്ങളുടെ ഹൃദയത്തിൽ വസ്വാസാക്കുന്നത് പോലെ. ഫാലഹാദ്, ഇത് പ്രകാരം യക്കൂനു ഫീ സുദൂരിൻ നാസി ആമൻ ഫിൽ ജമീ, ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നുള്ളത് ആമാണ്, ഫിൽ ജമീ മുഴുവത്തിലും ആമാണ്. അവനെ ജിന്നത്തി വന്നാസി ബയാനുൻ ലിമാ യുവസ്വിസു ഫീ സദരിഹി, അവനെ ജിന്നത്തി വന്നാസി എന്നുള്ളതോ ബയാനാണ് ലിമാ യുവസ്വിസു ഫീ സദരി, ഹൃദയത്തിൽ വസ്വാസാക്കുന്നതിന് ബയാൻ ചെയ്യലാണ്. വക്കീല പറയവിടെ മാനാമിൻ ഷറിൽ വസ്വാസ് അയിൽ വസ്വസത്തില്ലതി തക്കൂനു മിനൽ ജിന്നത്തി വന്നാസി. വക്കീല പറയപ്പെട്ടു മാനാമിൻ ഷറിൽ വസ്വാസ് അയിൽ വസ്വസത്തിന്ന് അല്ലത്തി തക്കൂനു മിനൽ ജിന്നത്തി വന്നാസി, മനുഷ്യരിലും ജിന്നുകളിൽ നിന്നും ഉള്ള വസ്വസത്തിൻ്റെ ഷറിൽ നിന്ന്. വഹുവ ഹദീസുൻ നഫ്സാണ്, ആ ഹദീസ് നഫ്സിൻ്റെ സംസാരം, ആ ഷറിൽ നിന്ന് എന്നാണ് അർത്ഥം. വഖദ് സബത്താൻ നബി തങ്ങളത്തോട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അന്നഹു ഖാൽ, നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ അസ്സ വജല്ല, ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അള്ളാഹു തജാവസലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അമ്മ ഹദ്ദസത്ത് ബിഹി അംഫുസുഹ, അവൻ്റെ ശരീരം അവനോട് വർത്താനം പറയുന്നതിനെ തൊട്ട്, മാലം തഅമൽ, അവനത് ചെയ്യാതിരിക്കുന്ന കാലത്ത്, ഔ തതകല്ലം ബിഹി, അവനതുകൊണ്ട് സംസാരിക്കാതിരിക്കുമ്പോൾ അവനെന്തുണ്ട് അതിനെ തൊട്ട് വിട്ടുവീഴ്ചയുണ്ട്. റവാഹു അബൂ ഹുറൈറ അഖ്റജഹു മുസ്ലിമൻ. ഫല്ലാഹു തആല അലം ബിൽ മുറാദ് മിൻ ദാലിക, ഇതുകൊണ്ടുള്ള മുറാദ് എന്താണെന്ന് അള്ളാഹുവിനറിയാം. അപ്പോൾ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹ് അത് കാരണം ശിക്ഷിക്കൂല, പക്ഷേ അവൻ്റെ ആ ശരീരത്തോട് അവൻ്റെ സംസാരം, ആ സംസാരം ശരീരത്തിലുണ്ടാകുന്ന തോന്നലുകൾ, അതനുസരിച്ച് അവൻ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിന് ശിക്ഷ ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൻ നാസിൻ്റെ തഫ്സീർ കഴിഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.